ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശനാണെങ്കിൽ മൂങ്ങയ്ക്ക് മുൻപിൽ നിന്ന് കരയുന്ന പോലെ സംസാരിക്കും. അമ്മേ, സത്യമായിട്ടും അമ്മേ, എനിക്ക് എൻ്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എന്താ നിൻ്റെ ആഗ്രഹം? ഈ ഓണത്തിന് എൻ്റെ മക്കളുടെയും കൊച്ചുമക്കളുടെയും കൂടെ ഇരുന്ന് എനിക്ക് സദ്യ കഴിക്കണം അമ്മേ. എന്നിട്ടേ ആ സദ്യയിൽ വിഷം കലർത്തി കൊടുക്കാനാണോടാ നിൻ്റെ ഉദ്ദേശം? എടാ, ഇതുപോലെ ഒരുപാട് ഓണം നിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു, കല്യാണി മോളുടെയും. ആ സമയത്ത് നീ നിൻ്റെ മകന് മാത്രമേ മടിയിലിരുത്തി ഓണസദ്യ കൊടുത്തിട്ടുള്ളൂ. കല്യാണി മോൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടും നീ അത് ചെയ്തിട്ടില്ല. അതെ അമ്മേ, അതിൻ്റെ വിഷമം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ടമ്മേ. അതുകൊണ്ട് തന്നെ കല്യാണി മോളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച് അവൾക്ക് ഒരുപിടി സദ്യ ഊട്ടി വിടണം എനിക്ക്. അത് കേട്ടതും ഇതൊക്കെ നിൻ്റെ വ്യാമോഹമാ പ്രകാശ. ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. കാരണം നന്നാവാൻ നിനക്ക് ഒരുപാട് അവസരം ഉണ്ടായിരുന്നു. ആ അവസരം മുഴുവനും നീ പാഴാക്കി. ഇനി അതിനെക്കുറിച്ച് നിന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ആ അവസരങ്ങളൊക്കെ നീ പാഴാക്കി കളഞ്ഞു പ്രകാശ. ഇനി നീ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ പെൺമക്കൾ നിന്നെ ഒരിക്കലും അംഗീകരിക്കില്ല. കാരണം നീ അത്രയ്ക്ക് ദ്രോഹം അവരോട് ചെയ്തത്. കാദംബരിയോട് നീ കുറച്ച് ദയവൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും അവളെയും നീ അങ്ങനെയൊക്കെ തന്നെയാണ്. പഠിക്കാൻ പോകുമ്പോൾ അവളെ കുറ്റപ്പെടുത്തുക, പുസ്തകം എടുത്ത് കീറിക്കളയുക, അങ്ങനെ പലതും നീ ചെയ്തിട്ടുണ്ട്. നിൻ്റെ മോൻ മാത്രം പഠിച്ച് വലിയ നിലനിർത്തണമെന്നായിരുന്നു നിൻ്റെ ആഗ്രഹം. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ ആഗ്രഹങ്ങളൊക്കെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ടല്ലേ കല്യാണി മോൾ എന്ന് എല്ലാം അറിയാം. അവൾക്ക് എല്ലാ ഭാഷയും അറിയാം, എല്ലാ ഭാഷയിലും സംസാരിക്കും. ലോകത്ത് എവിടെയും പോയി അവൾ അവാർഡ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ച നിൻ്റെ മകനോ, അവന് വല്ലതും അറിയാം? കൊല്ലാനും പിടിച്ചു പറിക്കാനും തലക്കടിക്കാനും കഞ്ചാവ് വലിക്കാനും അല്ലാതെ. അത് കേട്ടതും അറിയാമേ, എനിക്കെല്ലാം അറിയാം. ഞാൻ അവനെ ഒരുപാട് കൊഞ്ചിച്ച് വളർത്തി. അതിൻ്റെ ശിക്ഷയാണ് ദൈവം എനിക്കിപ്പോൾ തരുന്നത്. എല്ലാം കൊണ്ടും ഞാൻ അവനെ വിശ്വസിച്ചു. അവനാണ് എൻ്റെ സ്വർഗമെന്ന് കരുതി. അവസാന കാലത്ത് എനിക്ക് വെള്ളം തരാൻ അവൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് കരുതിയത് എൻ്റെ തെറ്റാ. എനിക്കെല്ലാം മനസ്സിലായമ്മേ. അതുകൊണ്ട് അമ്മ കല്യാണി മോളോടൊന്ന് പറയണം. എനിക്ക് അവളോടുള്ളത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ്. മുമ്പ് കൊടുക്കാൻ പറ്റാത്ത സ്നേഹമൊക്കെ എനിക്കിപ്പോൾ തിരിച്ചു കൊടുക്കണമെന്ന്. അതിനുവേണ്ടി കല്യാണി മോളോട് എന്നെ വിശ്വസിക്കാൻ പറയണം. എടാ, നിന്നെ വിശ്വസിക്കാൻ പറഞ്ഞിട്ട് ആ കൊച്ചിനെ കൊലയ്ക്ക് കൊടുക്കാൻ ഞാൻ കൂട്ടു നിൽക്കണമെന്നാണോ നീ പറയുന്നത്? നിൻ്റെ മകൻ പരോളിന് ഇറങ്ങിക്കഴിയുമ്പോൾ ആ കൊച്ചിനെ നീ കൊലയ്ക്ക് കൊടുക്കും. നിൻ്റെ മകന് വേണ്ടി അവളെ സ്നേഹിച്ച് നീ വശത്താക്കി അവളെ നിൻ്റെ വീട്ടിൽ വിളിച്ചു വരുത്തി ഭക്ഷണം കൊടുക്കുന്നതോടൊപ്പം അതിൽ നീ വിഷവും കലർത്തും. അതെനിക്കറിയാടാ. അതുകൊണ്ട് ഞാനത് ചെയ്യില്ലടാ എന്നും പറയാണ്. ഇല്ലമ്മേ, ഒരിക്കലുമില്ല, ഞാനങ്ങനെ ചെയ്യില്ലമ്മേ. ഈ ദൈവങ്ങളാണ് സത്യം. എനിക്കൊരിക്കലും ഇനി അങ്ങനെ ചെയ്യാൻ കഴിയില്ല. എൻ്റെ കല്യാണി മോള്, എൻ്റെ കാർത്തിക മോള്, ഇവരൊക്കെ എൻ്റെ പൊന്നു മക്കളാ. വിക്രത്തിന് വേണ്ടി അവർക്ക് ഒരാപത്ത് സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ലമ്മേ. അങ്ങനെ അവൻ കാരണം അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, അവൻ ചാകും, അവനെ ഞാൻ കൊല്ലും. അതാണ് സത്യം. അച്ഛൻ തന്നെ മകനെ കൊല്ലുന്നതിൽ ഒരു വിഷമമില്ല. അവനെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോവുക തന്നെ ചെയ്യും. പക്ഷെ അങ്ങനെ പോകുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ പെൺമക്കളോട് എന്നോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അമ്മ പറയണം. ഇല്ലടാ, ഞാനത് ചെയ്യില്ല. ഞാൻ പറഞ്ഞില്ലേ, ദൈവങ്ങളൊക്കെ നിന്നെ വിശ്വസിക്കുകയാണെങ്കിൽ, ദൈവങ്ങളൊരു വഴി കാണിച്ചു തരികയാണെങ്കിൽ ഉറപ്പായിട്ടും നീ രക്ഷപ്പെടും പ്രകാശ. അതല്ല, ഈ ദൈവങ്ങൾക്ക് പോലും അറിയാതെയാണ് നീ ഓരോന്ന് ചെയ്യാൻ പോകുന്നതെങ്കിൽ നീ അനുഭവിക്കും. ഇന്ന് നീ അവിടെ ഇരുന്ന് രാമായണ പാരായണം നടത്തിയെന്ന് കല്യാണി മോൾ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അതൊരു പാവം കൊച്ചാ. നീ എന്ത് ചെയ്താലും അത് കണ്ണുടച്ച് വിശ്വസിക്കും. നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് ചിലപ്പോൾ നീ വിഷം കുടിക്കാൻ പറഞ്ഞാലും അത് കുടിക്കും. കാരണം അതിന് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അച്ഛൻ്റെ സ്നേഹം കിട്ടാൻ, അച്ഛനൊന്ന് ചേർത്ത് പിടിക്കാൻ, അച്ഛൻ ചോദിക്കുന്നതെല്ലാം വാങ്ങിച്ചു കൊടുത്ത് അവളെ രാജകുമാരിയെ പോലെ ആക്കാൻ എല്ലാ പെൺമക്കളും ആഗ്രഹിക്കും. അച്ഛനെ പിന്തുടർന്ന് ജീവിക്കണമെന്നാണ് പെൺമക്കൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരിക്കലും നിൻ്റെ പാത പിന്തുടരാൻ നീ അവളെ സമ്മതിച്ചില്ല. അതെന്തായാലും നന്നായി. അങ്ങനെ ചെയ്തിരുന്നെങ്കിലേ ഇന്ന് കല്യാണി വിക്രത്തെ പോലെ പിടിച്ചു പറിക്കാനും മോഷ്ടിക്കാനും കഞ്ചാവടിക്കാനും പോയിരുന്നു തന്നെ. എന്നാൽ അമ്മയുടെ പാത പിന്തുടർന്ന് ജീവിച്ചതുകൊണ്ട് കല്യാണി മോളിന്ന് നല്ല നിലയിലെത്തി. നല്ല മനസ്സുള്ള പെൺകുട്ടിയായി വളർന്നു. അവളിന്ന് ലോകം അറിയപ്പെടുന്ന ഒരു കലാകാരി കൂടിയാണ്. അത് നീ അറിയുന്നുണ്ടോ പ്രകാശ? എനിക്കറിയാം ഞാൻ ചെയ്ത തെറ്റാണ് ഇന്ന് എൻ്റെ മോള് വലിയ നിലയിലെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുക, കല്യാണിയോടുള്ളത് എനിക്ക് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെയാണ്. ഒരിക്കലും കുഞ്ഞുനാളിൽ അവൾക്ക് കൊടുക്കാൻ പറ്റാത്ത സ്നേഹമൊക്കെ എനിക്കിപ്പോൾ തിരിച്ചു കൊടുക്കണം. അങ്ങനെ സ്നേഹം കൊടുക്കാനേ അവൾക്ക് നല്ലൊരു ഭർത്താവുണ്ട്, നല്ലൊരു മകനുണ്ട്, അമ്മ അവളുടെ കൂടെയുണ്ട്, അമ്മായിയമ്മയും അമ്മായി അച്ഛനും ഒക്കെ ഉണ്ട്. അവരൊക്കെ പൊന്നുപോലെയാണ് കല്യാണി മോളെ നോക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ മോൾക്കിനി നിൻ്റെ ആവശ്യമൊന്നും ഇല്ലടാ പ്രകാശ. അമ്മയോ അങ്ങനെ പറയരുത്. അമ്മയല്ലേ എന്നെ പ്രസവിച്ചത്. എന്നിട്ടും അമ്മയ്ക്ക് എന്നെക്കുറിച്ച് അറിയില്ല അമ്മേ. ഇല്ലടാ, എനിക്കിതിനെക്കുറിച്ച് അറിയില്ല.
നിന്നെ വിശ്വാസം പോലും എനിക്കില്ല. അങ്ങനെയുള്ളപ്പോൾ ഞാനെങ്ങനെ നിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ കാരണം കല്യാണി മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ പ്രസവിച്ചതിന് ഞാൻ തന്നെ നിന്നെ തീർക്കും, അതുകൊണ്ട് സൂക്ഷിച്ചോ എന്നും പറഞ്ഞിട്ട് മൂങ്ങാങ്ങ് പോവുക. ഈ സമയം പ്രകാശൻ അങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് റോട്ടിലൂടെ നടന്നു പോവുക. എൻ്റെ അമ്മ പോലും എന്നെ വിശ്വസിക്കുന്നില്ല. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തെറ്റുകാരൻ ഞാൻ മാത്രം. എന്തൊരു തെറ്റാണ് ഞാൻ ചെയ്തത്. പാവം എൻ്റെ അമ്മയെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ എൻ്റെ മക്കൾക്കും എല്ലാത്തിനും പ്രായശ്ചിത്തം തേടണം. ദേവിയെ ഞാൻ ചെയ്യുന്നത് സത്യമാണ്, ഞാൻ സ്നേഹിക്കുന്നത് സത്യമാണ്, ഞാൻ മനസ്സ് മാറിയത് സത്യമാണ്. എൻ്റെ മോന് വേണ്ടി ഒരിക്കലും ഞാൻ ഇനി തിരിച്ച് അവൻ്റെ കൂടെ പോകില്ല. അവനോടൊപ്പം നിന്ന് എൻ്റെ മക്കളെ ഞാൻ കൊല്ലാൻ ശ്രമിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ പൊട്ടിക്കരയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനോഹറയാണ്. മനോഹറാണെങ്കിൽ അവിടെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ശോ, മറിയയോടൊന്നും സംസാരിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴാണ് മറിയയുടെ കോൾ വരുന്നത്. ഈ സമയം സരയും അങ്ങോട്ട് മനഃപൂർവ്വം മാറുക അതെന്താണെന്ന് കേൾക്കാൻ വേണ്ടി. അപ്പോൾ മറിയയുടെ ഫോൺ എടുത്തു. ഹലോ മോളൂ. എന്താ മനോഹര ഇത്? എത്ര നേരമായി ഞാൻ വിളിക്കുന്നു. എന്ത് ചെയ്യാനാ മോളൂ? ആകെ പ്രശ്നമല്ലേ? എന്താ പ്രശ്നം? നമ്മുടെ കല്യാണം കഴിഞ്ഞത് അവരാരെങ്കിലും അറിഞ്ഞോ? അതൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മാവൻ്റെ മക്കൾ ഏത് നേരം എൻ്റെ ചുറ്റിനുമുണ്ട്. അതുകൊണ്ട് എനിക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനോ ഇടവും വലം തിരിയാനോ സമയമില്ല. ഒന്ന് മോളുവിനോട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അതിൻ്റെ വീർപ്പുമുട്ടലായിരുന്നു. മോള് കൃത്യസമയത്ത് വിളിച്ചതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എന്നാലും നിൻ്റെ അമ്മാവന്മാരുടെ മക്കൾക്ക് എന്താടാ ബുദ്ധിയില്ലേ? ഒരാളെങ്ങനെയാ ഇത്രയും പേരെ കല്യാണം കഴിക്കുന്നത്? അതൊക്കെ എനിക്കറിയാം, പക്ഷെ അവർക്കറിയില്ലല്ലോ. എല്ലാ അമ്മാവന്മാർക്കും ഞാൻ തന്നെ മതി മരുമകനായിട്ട്. അങ്ങനെയുള്ളപ്പോൾ എനിക്കെന്ത് പറയാൻ പറ്റുമോളൂ? അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനൊന്നും എനിക്ക് പറ്റില്ല. പക്ഷേ എന്തായാലും നമ്മളിവിടെ ഒന്ന് പോകുന്നത് വരെ ഒന്നും പറയാനും പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ എല്ലാം സഹിച്ച് നിൽക്കുന്നത്. എന്തായാലും ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. എനിക്ക് നല്ല സന്തോഷമുണ്ട്. എന്തുകൊണ്ടെന്നറിയാമോ? എൻ്റെ മോളുൻ്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയല്ലോ. ഇനി നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കും. ആ സന്തോഷം എനിക്കിപ്പോഴും ഉണ്ട് മോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ ഇങ്ങനെ സംസാരിക്കും. ഇതെല്ലാം സരയും ഒളിഞ്ഞൊന്ന് കേൾക്കുക. എന്നാലും അവരൊക്കെ എന്താടാ ഇങ്ങനെ? ഇത്രയും കഷ്ടമുണ്ട് കേട്ടോ. എനിക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടണം. അയ്യോ, അതിപ്പോൾ വേണ്ട. മോളൂനെ എങ്ങാനും ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നാ പിന്നെ തീർന്നു. അതോടുകൂടെയല്ല. അമ്മാവന്മാരുടെ മക്കളെ സംശയരോഗം കൊണ്ട് നടക്കുന്നവരാ. അതുകൊണ്ട് ചിലപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മോളൂനെ എന്തെങ്കിലും ചെയ്താലോ? പിന്നെ എന്നെ എന്ത് ചെയ്യാൻ? എനിക്കതിനുള്ള ധൈര്യമൊക്കെ ഉണ്ട്. എന്തായാലും എന്നെ അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. അത്രയ്ക്ക് അങ്ങനെ കണ്ണുടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. പെൺകുട്ടികളാ, അവരുടെ മനസ്സിലേക്ക് ചിലപ്പോൾ എന്തെങ്കിലും കയറി വന്ന് എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യും, നമ്മൾക്ക് അമേരിക്കയിലോട്ടൊക്കെ പോകാമെന്നേ. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് തടി തപ്പിയിട്ട് വേണം അമേരിക്കയിൽ പോയി സമാധാനത്തോടെ എൻ്റെ മോളൂനെ ഒന്ന് സ്നേഹിക്കാൻ. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒന്ന് മിണ്ടാനോ പറയാനോ പറ്റിയിട്ടില്ല. നമുക്ക് രണ്ടുപേർക്കും മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ പോലും. അതേടാ, അത് തന്നെയാണ് എൻ്റെ സങ്കടം. അതിനെക്കുറിച്ചോർത്ത് ഞാൻ ഭയങ്കര സങ്കടത്തിലാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മറിയ ഇങ്ങനെ സംസാരിക്കുക. മോളും ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഇനി നമ്മൾ അമേരിക്കയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒരുമിച്ചല്ലേ സന്തോഷത്തോടെ ജീവിക്കാൻ പോകുന്നേ. മോളുവിൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാന്നേ. അതെ, അതിനുശേഷം നമുക്ക് തനിച്ച് സംസാരിച്ചിരിക്കാനൊക്കെ കുറേ സമയം കണ്ടെത്തണം. അതെ, ആദ്യ കല്യാണത്തിൽ എനിക്കതൊന്നും സംഭവിച്ചിട്ടില്ല. എൻ്റെ അങ്ങനെ തന്നെയായിരുന്നു മോളെ. ആദ്യ കല്യാണം കഴിഞ്ഞപ്പോൾ അവളൊരു സംശയരോഗിയായിരുന്നു. എൻ്റെ ഫോൺ എടുത്ത് പരിശോധിക്കുക, എന്നെ ആരെങ്ങളുടെയൊക്കെ കൂടെ നോക്കി നിന്നത് ഇതാക്കുക, കുറ്റം പറയുക, അതൊക്കെ കൊണ്ട് മൊത്തത്തിലങ്ങ് വെറുത്തുപോയി. അവളോട് സംസാരിക്കാൻ പോലും എനിക്കിഷ്ടമൊന്നുമില്ലായിരുന്നു. അപ്പോൾ സരയു അതെല്ലാം കേട്ടതും ഞെട്ടിപ്പോയി. ഒരിക്കൽ പോലും ഈ വൃത്തികെട്ടവനെ ഞാൻ സംശയിച്ചിട്ടില്ല. എന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ അമ്മയും അച്ഛനെയും കുറ്റപ്പെടുത്തിയിട്ടുള്ളൂ. എന്നിട്ട് പോലും ഇവൻ പറയുന്നത് കേട്ടില്ലേ, ഞാനൊരു സംശയരോഗിയാണ് പോലും. പെൺകുട്ടികളെ വലയിലാക്കാൻ ഇവൻ എന്ത് ചെയ്യും? അപ്പോൾ ആ പെൺകുട്ടിയുടെ മുൻപിൽ ഇവൻ അവിവാഹിതനല്ല, വിവാഹിതൻ തന്നെയാണ്. കല്യാണം കഴിഞ്ഞ് സംശയമുള്ള പെൺകുട്ടിയെ അവൻ ഒഴിവാക്കി. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയും ഇങ്ങനെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ മനോഹർ, മോളു, ഉമ്മ ഇനി എന്തായാലും മനുവേട്ടനെ അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് മോളുവിൻ്റെ അടുത്തേക്ക് വരും. അവിടെ വെച്ച് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് എന്താ പോരെ? മതി മനോഹർ. എനിക്കാണെങ്കിൽ നല്ല സങ്കടമുണ്ട്. നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ആദ്യമൊക്കെ അതൊരു കാര്യമായിട്ട് തോന്നിയില്ല. എന്നാൽ നീ എൻ്റെ കഴുത്തിൽ മിന്നു കെട്ടിയതിന് ശേഷം നീ എൻ്റെ എല്ലാമായി മാറി മോളെ. എൻ്റെ എല്ലാമായി മാറി മോനെ. എൻ്റെ എല്ലാമായി മാറി. എല്ലാമായി നീ. എന്നാ മനുവേട്ടൻ വെക്കട്ടെ? ശരി എന്നും പറഞ്ഞുകൊണ്ട്
ഫോൺ കട്ട് ചെയ്യുക. അപ്പോൾ സരയുവാണെങ്കിൽ അവിടെ സരയും അങ്ങോട്ട് കയറി വരിക. ഈശ്വര, ഞാൻ സംസാരിച്ചതൊക്കെ ഇവള് കേട്ടോ? എന്താ മനുവേട്ടാ? ഏയ് ഒന്നുമില്ല മോള് എപ്പോഴാ വന്നേ? ഞാനിപ്പോൾ വന്നോളൂ മനുവേട്ടാ. എന്തു പറ്റി? മനുവേട്ടൻ ആരോടാ സംസാരിച്ചേ? അതെൻ്റെ ഫ്രണ്ട് മോഹൻ എന്നാ പേര്. അത് പിന്നെ ഇപ്പം പരിചയപ്പെട്ടത് മോളു. ആണോ? സാരമില്ല. മനുവേട്ടാ, നാളെ എന്താ പരിപാടി? നാളെയും മീറ്റിംഗ് ഉണ്ട് മോളു. ഓ, ഇതെന്താ ഡെയിലി മീറ്റിംഗ് ആണോ? പിന്നെ എന്ത് ചെയ്യാനാ മോളു? മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മീറ്റിംഗ് അല്ലല്ലോ, ബിസിനസ് മീറ്റിംഗ് അല്ലേ. അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മോളു. എപ്പോൾ മീറ്റിംഗ് നടന്നാലും മനുവേട്ടൻ അവിടെ ഉണ്ടായിരിക്കണം. മനുവേട്ടനില്ലാത്തൊരു മീറ്റിംഗ് അവർക്ക് ആർക്കുമില്ല. ഓ, എന്നാലും എൻ്റെ മനുവേട്ടൻ എത്ര ഭാഗ്യവാനാ. എൻ്റെ മനുവേട്ടൻ ബിസിനസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാജ്യം കീഴടക്കിയതുപോലെയല്ലേ. അത് പിന്നെ പ്രത്യേകം പറയണോ? ഞാൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ ആർക്ക് വേണ്ടിയാ? എൻ്റെ മോക്കും പിന്നെ എൻ്റെ സരയും മോൾക്കും വേണ്ടി. അത് കേട്ടതും അതേടാ, നീ കഷ്ടപ്പെടുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, നിനക്ക് വേണ്ടിയെന്നും കൂടിയാ. നിനക്ക് വേണ്ടി മാത്രം, നിൻ്റെ ജീവിതം സന്തോഷത്തിലാക്കാനാ. എൻ്റെ മോൾക്ക് വേണ്ടിയാണ് പോലും. ഇവനെയൊക്കെ നമ്പിയ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ദ്രോഹി, വിശ്വാസവഞ്ചന ഇവൻ ചെയ്തത്, വിശ്വാസവഞ്ചന. എന്തുമാത്രം ഞാൻ ഇവനെ വിശ്വസിച്ചു. ഇവനെ പോലൊരു ഭർത്താവിനെ കിട്ടിയതിന് ഞാൻ ഒരുപാട് അഹങ്കരിച്ചു. ഒരു കാരണവശാൽ എൻ്റെ അഹങ്കാരം മുഴുവനും ഇതോടുകൂടെ അവസാനിച്ചു. ഈശ്വര, എന്തൊരു പാപം ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ഭർത്താവിനെ തന്നത്. ഇവനെ കണ്ട് ഞാൻ ഒരുപാട് അഹങ്കരിച്ചതാ, അസൂയപ്പെട്ടതാ, കല്യാണിയെയും കിരണിനെയൊക്കെ വെല്ലുവിളിച്ചതാ. ഇപ്പോൾ എൻ്റെ ജീവിതം തകർന്നു. അവർക്കൊക്കെ സത്യങ്ങൾ നേരത്തെ അറിയായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ ജീവിതം താറുമാറാവുമെന്ന് അവളും അവനൊക്കെ കൂടെ പറഞ്ഞത്. പക്ഷേ അപ്പോഴും മനോഹർ എന്ന് പറയുന്ന ഈ കാലൻ നല്ലവനാണെന്നേ ഞാൻ കരുതിയിട്ടുള്ളൂ. എന്നിട്ട് പോലും ഇവനിപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ, ഞാൻ സംശയരോഗിയാണ് പോലും. മോളും എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല മനുവേട്ടാ, എൻ്റെ മനസ്സിൽ മുഴുവനും അമ്മയെക്കുറിച്ചാ. നമ്മൾ പറ്റുന്ന അമേരിക്കയ്ക്ക് പോകുമല്ലോ. അങ്ങനെ പോയി കഴിയുമ്പോൾ അമ്മ എന്ത് ചെയ്യുമെന്ന് ഓർക്കുമ്പോഴേ എൻ്റെ സങ്കടം. ഞാൻ പറഞ്ഞില്ലേ മോളൂ, ഒരേ ഒരു മാസം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ. അത് കഴിയുമ്പോൾ നമുക്ക് അമ്മയും കൂട്ടിക്കൊണ്ട് പോകാം മോളെ. മോളും എന്തിനാ വിഷമിക്കുന്നേ? മോളുൻ്റെ അമ്മ നമ്മുടെ കുഞ്ഞിനെ നോക്കാൻ നല്ല സ്നേഹത്തോടെയാണ് നോക്കുന്നത്. മുത്തശ്ശിമാരൊക്കെ അല്ലെങ്കിലും കുഞ്ഞുമക്കൾക്ക് വേണം. മുത്തശ്ശിമാരുണ്ടെങ്കിലേ കുഞ്ഞുങ്ങൾ സന്തോഷിക്കും എന്നൊക്കെ പറയാം. അത് കേട്ടതും നമ്മുടെ സരയു, അത് ശരിയാ, മുത്തശ്ശിമാർ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. ഇനി എൻ്റെ കുഞ്ഞിന് ഏക ആശ്രയം. നിന്നെ കൊന്നിട്ട് ഞാൻ ജയിലിലേക്ക് പോകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുമെന്നറിയില്ല. ചിലപ്പോൾ ഭർത്താവിനെ കൊന്നതിന് തൂക്കുകയറോ മറ്റോ എനിക്ക് തരുമായിരിക്കും. തൂക്കുകയറോ ജീവപര്യന്തോ. എന്നാലും കുഴപ്പമില്ല, നിന്നെ കൊല്ലുകടാ ഞാൻ. നിന്നെ കൊല്ലും. അതിനുശേഷമേ ഞാൻ എന്തും തീരുമാനിക്കൂ. എന്തായാലും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്നെ സംശയരോഗിയെന്നും ചതിയെത്തിയെന്നൊക്കെ വിളിച്ചവനാ നീ. മറ്റുള്ള പെണ്ണുങ്ങളുടെ മുൻപിൽ സ്വന്തം ഭാര്യയെ മോശമായിട്ട് പറയുന്നവർ ഒരിക്കലും ജീവനോടെ ഇരിക്കരുത്, ഒരു ഭർത്താവും എന്നും പറഞ്ഞുകൊണ്ട് സരയു ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക. മോള് എന്താ വീണ്ടും ആലോചിക്കുന്നേ? ഒന്നുമില്ല മനുവേട്ടാ, അമേരിക്കയ്ക്ക് പോകുമ്പോൾ നമ്മൾ എവിടെയാണ് ജീവിക്കാൻ പോകുന്നത്? വാഷിങ്ടണോ അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡിൽ? എന്തൊക്കെയാ മനുവേട്ട പറയുന്നത്? അതൊക്കെ അപ്പം തീരുമാനിക്കാൻ മോളൂ എന്നൊക്കെ പറഞ്ഞ് മനോഹർ അവിടെ ഉരുണ്ട് കളിക്കുക. അമേരിക്കയും സ്വിറ്റ്സർലാൻഡും വാഷിങ്ടണൊക്കെ നീ കണ്ടിട്ടുണ്ടോയെന്ന് പോലും അറിയില്ല. എന്നിട്ട് പറയുവാണവൻ അമേരിക്കയുടെ തലസ്ഥാനം എന്നും പറഞ്ഞുകൊണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തായാലും നീ മരിക്കാറായി. ഇനി നിനക്ക് ജീവിതമില്ല. നിൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ഭാര്യയാണ് മറിയ. അതിൽ ഞാൻ ഇനിയിപ്പോൾ സന്തോഷിക്കൂടാ. ഇനി നീ കാരണം ഒരു പെൺകുട്ടികളുടെ ജീവിതവും തകരരുത് എന്നും ആലോചിച്ചുകൊണ്ട് സരയു കിടക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശനെയാണ്. പ്രകാശൻ കല്യാണിയെക്കുറിച്ചും കാദംബരിയെക്കുറിച്ചും കാർത്തികയെക്കുറിച്ചും മാത്രമാണ് ആലോചിച്ച് കിടക്കുന്നത്. ഇപ്പോൾ വിക്രം പ്രകാശിൻ്റെ മനസ്സിലേക്ക് കടന്നു പോലും വരുന്നില്ല. എൻ്റെ കല്യാണി മോള് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കുഞ്ഞുനാളിൽ പാലും കൊണ്ട് വരുന്ന അവളെ ഞാൻ ആട്ടിയിട്ടുണ്ട്. ഞാൻ കാരണം പാൽപാത്രം കൊണ്ട് അവൾ ഉരുണ്ട് വീണിട്ടുണ്ട്. എന്നിട്ടും ആ കുറ്റം എൻ്റെ മേത്ത് വയ്ക്കാതെ അവൾ ഉരുണ്ട് വീണ് നാശം എൻ്റെ നല്ല ഇതും കളഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരുപാട് ആ കൊച്ചിനെ പഴിച്ചിട്ടുണ്ട്. ഈശ്വര, എന്നിട്ട് പോലും ആ കൊച്ചിന് ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കാനോ അതിനുവേണ്ടി ഒരു നല്ലത് ചെയ്യാനോ എനിക്ക് പറ്റുന്നില്ലല്ലോ. ഇപ്പം എനിക്ക് വകയില്ലാതായി. ആ കൊച്ചിന് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കണം. എൻ്റെ മോള, എൻ്റെ പൊന്നു മോള, അവളെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. സ്വന്തം മകളായ അവളെ ഒന്ന് ചേർത്ത് നിർത്തിയിട്ടില്ല. എൻ്റെ മുൻപിലേക്ക് വന്ന് അവളെ തള്ളിയിട്ടിട്ടുണ്ട്. ഈശ്വര, എന്തൊരു പാപമാണ് ഞാൻ ചെയ്തത്. ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കെല്ലാം എനിക്ക് ശിക്ഷയായി നീ തരേണ്ടത് ഞാൻ വേദനിച്ച് മരിക്കണം. എൻ്റെ കല്യാണി മോള് മനസ്സുകൊണ്ട് വേദനിച്ചതെല്ലാം ഞാൻ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വേദനിക്കണം.
എല്ലാം കൊണ്ടും ഞാൻ ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട്, ഒരുപാട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടക്കുമ്പോൾ പ്രകാശന് ഭയങ്കരമായിട്ടൊരു ചുമ വരിക. ചുമ വന്നതും പ്രകാശന് ശ്വാസം മുട്ട് കൂടി. എന്ത് ചെയ്യണമെന്നറിയില്ല. അവിടെ നിന്നും ഫോൺ എടുത്തതും കല്യാണിയെ വിളിച്ചു. കല്യാണി അച്ഛനാണല്ലോ ഫോൺ വിളിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് കല്യാണി ഫോൺ എടുത്തു. ഹലോ മോളെ, അച്ഛൻ 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 എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടായി. ഇതെന്താ, അച്ഛനാണല്ലോ വിളിച്ചത്, എന്തിനാ ഇങ്ങനെ സംസാരിച്ചത്, എന്തോ ആപത്തുണ്ട്, എന്തായാലും എന്താണെന്നറിയണം കിരണേട്ടാ എന്നും പറഞ്ഞ് കല്യാണി വിളിക്കുകയാണ്. അപ്പോൾ ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളാണ് നടക്കാൻ പോകുന്നത്. എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.